നിങ്ങൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളും അതേ രീതിയിൽ നിങ്ങളെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഒരു കണ്ണാടി, നമ്മളൊരു കണ്ണാടിയാണെന്ന് വിചാരിക്കുക. എല്ലാ ദിവസവും നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന പോലെ കുട്ടികൾ നമ്മൾ എന്ന കണ്ണാടിയെ വന്ന് നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ കാണുന്നുണ്ടാവുക നമ്മൾ പുറത്തേക്ക് വിടുന്ന ആറ്റിറ്റ്യൂഡും ഇമോഷൻസുമാണ്. നമ്മൾ എന്താണോ കാണിക്കുന്നത് അതാണ് കുട്ടി വന്ന് കാണുന്നത്. നിങ്ങൾക്കകത്ത് സ്നേഹവും ഗ്രാറ്റിറ്റ്യൂഡും ആണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ കുട്ടി വന്ന് നോക്കുന്ന സമയത്ത് അതാണ് കാണുക, അത് കുട്ടിയിലേക്ക് പകർത്തുകയുമാണ് ചെയ്യുക. കണ്ണാടിയിൽ നമ്മൾ എപ്പോഴും നമ്മളുടെ റിഫ്ലക്ഷൻ അല്ലേ കാണുക, അതുപോലെ കുട്ടി എപ്പോഴും കുട്ടിയുടെ റിഫ്ലക്ഷനാണ് നമ്മൾ എന്ന കണ്ണാടിയിൽ കാണുന്നത്. സോ നിങ്ങൾ നല്ല തിരക്ക് പിടിച്ച് ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് കുട്ടികളും അതേ രീതിയിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ കാമായിട്ട് ലവിങ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കുട്ടികളിലും ആ ഒരു കാംനെസ്സും ലവും കാണുന്നുണ്ടെങ്കിൽ ഇതൊരു കോയിൻസിഡൻസ് അല്ല. അപ്പോൾ ഈ ഒരു സംഭവത്തെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏത് രീതിയിലാണോ കുട്ടികളെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് കൊണ്ടുവരാനും പറ്റും. നമ്മളൊരു ബെസ്റ്റ് റിഫ്ലക്ഷൻ ആയാൽ മതി. നമ്മളാണ് കുട്ടിയുടെ കണ്ണാടി. കുട്ടി എങ്ങനെ ഉണ്ടാവണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ റൂട്ടീൻസ്, നമ്മളുടെ മാനസികാവസ്ഥ. സോ നമ്മളുടെ സ്ട്രെസ് റെഗുലേറ്റ് ചെയ്യുന്നതും നമ്മൾ ഇമോഷണലി കാമായിട്ടിരിക്കുന്നതും കുട്ടികളെ നല്ല രീതിയിൽ നർച്ചർ ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്.